ഹലോ, നമ്മുടെ ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണല്ലേ ബീഫ് വരട്ടിയത്. പ്രത്യേകിച്ചും നല്ല നാടൻ വെളിച്ചെണ്ണയിൽ അധികം ചേരുവയൊന്നും ചേർക്കാതെ നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല നാടൻ ബീഫ് ഫ്രൈ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അങ്ങനെ ബീഫ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കാം. അങ്ങനെ 5-6 വട്ടമൊക്കെ നമ്മൾ നല്ല വെള്ളമൊഴിച്ച് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകി വെച്ച ബീഫ് നമ്മളിത് ഒരു കുക്കറിലിട്ട് അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി, ഇവയും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി വയ്ക്കുക. തുള്ളി വെള്ളം പോലും നമ്മളതിൽ ചേർക്കില്ല കേട്ടോ. അങ്ങനെ അതവിടെ കിടന്ന് വേവട്ടെ. ഇനി നമ്മളൊരു ഉള്ളി എടുത്ത് വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് ചെറിയുള്ളി എടുത്ത് വഴറ്റപ്പോൾ കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം ഉണ്ട് കേട്ടോ. ഞാനൊരു 1/2 കിലോൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വഴന്ന് വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു. ഈ മസാലയൊക്കെ ഇട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഒഴിക്കും കേട്ടോ. തിളച്ച് അതിൻ്റെ ചാറ് കുറുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. വേറെ കാര്യമായിട്ടുള്ള മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. കുറച്ച് ഗരം മസാലപ്പൊടി ഒരു 2 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കുരുമുളകിൻ്റെ പൊടി ഇടുന്നുണ്ട്, അതൊരു 2 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ എരിവ് കൂടുതൽ വേണം തോന്നുകയാണെന്നുവെച്ചെങ്കിൽ നമുക്ക് 2 സ്പൂണോ 3 സ്പൂൺ എത്ര വേണമെങ്കിലും ഇടാം. പക്ഷെ ഇവിടെ അത്ര എരിവ് വേണ്ടാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ 2 സ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ. ആവശ്യത്തിന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വയ്ക്കാം. അതിനിടയിൽ ടേസ്റ്റ് നോക്കാൻ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ അമ്മമാരുണ്ടാക്കി തരുന്ന ഭക്ഷണത്തിനൊരു പ്രത്യേക രുചിയാണല്ലേ. ഇതിലധികം ചേരുവകളോ മസാലപ്പൊടികളോ ഒന്നും അധികം ചേർക്കുന്നില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയ വല്ല ടിപ്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.